إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. അടുത്ത അധ്യായം كيف نقرأ التاريخ. എങ്ങനെയാണ് നാം ചരിത്രം പഠിക്കേണ്ടത്, വായിക്കേണ്ടത് എന്നാണ് വിശദീകരിക്കുന്നത്. قال حفظه الله ووفقه لا بد أن نقرأ التاريخ كما نقرأ أحاديث رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം എങ്ങനെയാണോ വായിക്കുക, പഠിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം പഠിക്കുമ്പോൾ അതില് സ്വീകാര്യയോഗ്യമായത് ഏതാണെന്ന് വേർതിരിച്ച് നമ്മൾ പഠിക്കും. അതില് തെളിവുകൾക്ക് യോഗ്യമല്ലാത്തത് ഏതാണെന്നും നാം മനസ്സിലാക്കും. അതുപോലെ തന്നെ ചരിത്രം പഠിക്കുമ്പോഴും ചെയ്യേണ്ടതുണ്ട്. ونحن إذا أردنا أن نقرأ أحاديث الرسول صلى الله عليه وسلم നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വായിക്കാൻ ഉദ്ദേശിച്ചാൽ لابد لنا أن نتثبت من الخير من الخبر أثابت هو عن رسول الله صلى الله عليه وسلم أم لا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോൾ അത് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വാർത്തകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ولن نستطيع أن نعرف صحة الخبر عن رسول الله صلى الله عليه وسلم من بطلانه إلا بالنظر إلى الإسناد مع المتن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വാർത്തകൾ, ഹദീസുകൾ, അതിൽ നിന്നും സ്വീകാര്യയോഗ്യമായതിന് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല. എന്തുകൊണ്ടല്ലാതെ ഇല്ലാ ബിന്നദരി ഇലൽ ഇസ്നാദ് മഅൽ മത്ൻ. മത്നിനോടൊപ്പം, അതിന്റെ ടെക്സ്റ്റിനോടൊപ്പം തന്നെ എന്ത് നോക്കേണ്ടതുണ്ട്? സനദിലേക്കും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. لأن أهل العلم اعتنوا بالحديث ورجاله. കാരണം ഹദീസ് പണ്ഡിതന്മാര് ഹദീസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിജാലുകൾക്കും, റാവിമാർക്കും, നിവേദകർക്കും, റിപ്പോർട്ടർമാർക്കൊക്കെ. واتبعوا أحاديثهم ومحصوها وحكموا عليها وبينوا الصحيح من الضعيف. അങ്ങനെ അവര് وتتبعوا أحاديثهم, റാവിമാരുടെ ഹദീസുകൾ പിന്തുടർന്നുകൊണ്ട് അത് പരിശോധിക്കുകയും ومحصوها, അതിനെ ശുദ്ധീകരിച്ചു, وحكموا عليها, അതിന്റെ മേൽ അവർ വിധി പറഞ്ഞു, وبينوا الصحيح من الضعيف, സ്വീകാര്യയോഗ്യമായതിന് അല്ലാത്തതിൽ നിന്ന് അവർ വേർതിരിച്ചു. وبالتالي, അതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് نقيت هذه الأحاديث مما فيها أو مما أدخل عليها من كذب أو تدليس أو ما شابه ذلك. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ഈ പ്രവർത്തികൾ കാരണത്താൽ ഹദീസുകൾ ശുദ്ധീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ അതിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ള കളവുകളും അതുപോലെ തന്നെ തദ്ലീസുകളും അഥവാ കുറച്ചിലുകൾ, അതുപോലെ തന്നെ ഈ അതിന്റെ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കല്, ഇതൊക്കെ പണ്ഡിതന്മാരെന്ത് ചെയ്തു? അവര് തുറന്നു കാട്ടി. ഔ മാ ശാബഹ ദാലിക്, അതുപോലുള്ള പ്രശ്നങ്ങള്, അതിൽ നിന്നൊക്കെ ഹദീസുകൾ അവർ സൂക്ഷിച്ചു. വലാകിന്ന താരീഖ യഖ്തലിഫ്, പക്ഷേ ചരിത്രം, അതിന്റെ കാര്യം വ്യത്യസ്തമാണ്. എങ്ങനെ? فتارة نجد كثيرا من رواياته ليس لها إسناد وتارة أخرى نجد لها إسنادا ولكن قد لا نجد للرجال الذين في إسناد تلك الرواية ترجمة. പലപ്പോഴും
പലപ്പോഴും ചരിത്രം ഉദ്ധരിക്കപ്പെട്ടത് സനദുകൾ ഇല്ലാതെയായിട്ടാണ് നമ്മൾ കണ്ടെത്താൻ കഴിയുക. ചരിത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും, സനദ് ഉണ്ടാവില്ല. ചിലപ്പോൾ സനദ് ഉണ്ടാകും, പക്ഷെ ആ സനദിലെ റാവിമാരുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്, അവർക്ക് വിശദമായ ഒരു ജീവചരിത്രം പറയപ്പെട്ടിട്ടുണ്ടാവൂല. മനസ്സിലായില്ലേ? അതിന്റെ റാവിമാരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തില് തർജുമ, ജീവചരിത്രം പറയപ്പെട്ടിട്ടുണ്ടാകൂല ഹദീസുകളുടെ റാവിമാരെ പോലെ. ولا نجد أحدا من أهل العلم تكلم فيهم جرحا وتعديلا. ചരിത്രം ഉദ്ധരിക്കുന്ന പലരുടെയും കാര്യത്തിൽ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയൂല. ജർഹ ചെയ്തുകൊണ്ടും തഅദീൽ ചെയ്തുകൊണ്ടും യോഗ്യരാക്കിക്കൊണ്ടും അയോഗ്യരാക്കിക്കൊണ്ടും സംസാരിച്ചതായിട്ട് ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയൂല. ولا نجد مدحا أو ذما, പുകഴ്ത്തിയോ ആക്ഷേപിച്ചോ സംസാരിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോന്നില്ല. ആ സന്ദർഭത്തിൽ നമുക്ക് ആ റിപ്പോർട്ടുകളുടെ മേൽ, ആ സംഭവങ്ങളുടെ മേൽ, അതിന്റെ മേൽ വിധി പറയാൻ സാധിക്കുകയില്ല. കാരണം ആ സനദിലെ പല നിവേദകരെ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ചരിത്രത്തിന്റെ കാര്യം വളരെ പ്രയാസം പിടിച്ചതാണ്. മിക്കവാറും സനദുകൾ ഇല്ലാതെ ആയിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ സനദുകൾ ഉണ്ടെങ്കിൽ തന്നെ അധികവും എങ്ങനെ ഉണ്ടാവാ, അതിലെ റാവിമാരെ കുറിച്ച് അധികം പണ്ഡിതന്മാര് സംസാരിച്ചിട്ടുണ്ടാകൂല, യോഗ്യരാക്കിക്കൊണ്ടോ അയോഗ്യരാക്കിക്കൊണ്ടോ. അപ്പൊ ഹദീസുകളെ പോലെ ചരിത്രം പഠിക്കല് അത്ര എളുപ്പമല്ല, മറിച്ച് വളരെ പ്രയാസമാണ് ചരിത്രം കൃത്യമായ രൂപത്തിൽ പഠിക്കുക എന്നുള്ളത്. നമ്മൾ തന്നെ നമുക്ക് ഓർമ്മയില്ലേ, ചരിത്രം പഠിക്കാൻ നിന്നപ്പോഴ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് പഠിക്കാൻ തന്നെ നിന്നപ്പോഴ് അതിന്റെ സഹത്തും ബാഫും പരിശോധിച്ചറിയുന്നതിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അധികം ആളുകളുടെ അറിവിലുള്ള അധിക ചരിത്രങ്ങളും എങ്ങനെയാണ്, ഇങ്ങനെ സനദുകളൊന്നും പരിശോധിക്കാതെ ആളുകൾ അറിഞ്ഞു വെച്ചതും വായിച്ചു വെച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ കാര്യം അത് ഹദീസിനേക്കാളും പ്രയാസമുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഇതിന്റെ അർത്ഥം നമുക്ക് ചരിത്രത്തിന്റെ കാര്യത്തിൽ കുറച്ച് ലൂസ് നയം സ്വീകരിക്കാമെന്നാണോ? സനദുകൾ പരിശോധിക്കാതെ ഉറപ്പുവരുത്താതെ നമുക്ക് ചരിത്രം പഠിച്ചു വെക്കാമെന്നാണോ അതിന്റെ അർത്ഥം? മറിച്ച് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, നമ്മുടെ ചരിത്രം എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ഇവിടെ ഒരു ചോദിക്കുന്ന ആൾ ചോദിച്ചേക്കാം, എന്ത്, നമ്മൾ ഇങ്ങനെ സനദോടുകൂടി ഉറപ്പുവരുത്തിയത് മാത്രം സ്വീകരിക്കാൻ നിന്നാല് മിക്ക ചരിത്രങ്ങളും പാഴായി പോകും എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. ഫനറുദ്ദു ഖായിലീൻ, ഇവിടെ നമുക്ക് അവർക്കുള്ള മറുപടി എന്താണ്? ലൻ യദിഅൽ കസീറു കമാ തുതസവ്വർ, അല്ലെങ്കിൽ കമാ തതസവ്വർ, ഇവിടെ വിചാരിക്കപ്പെടുന്നത് പോലെ അധിക ചരിത്രങ്ങളും പാഴാകൂല. فإن كثيرا من روايات التاريخ قد نحتاجها, കാരണം ചരിത്രത്തിലുള്ള റിവായത്തുകൾ, റിപ്പോർട്ടുകൾ നമ്മൾ അധികവും നമുക്ക് ആവശ്യമുണ്ട്. ഖാസത്തൻ ഫി ഹാദൽ ബഹ്സ്, പ്രത്യേകിച്ചും ഈ ഒരു ബഹ്സില്, പഠനത്തില് നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? ചരിത്രത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള തിരുത്തലുകൾ എന്തായിരുന്നു, ശരിയായ ചരിത്രം, അതിന്റെ യഥാർത്ഥ രൂപങ്ങൾ എങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് സനദുകളോട് തന്നെ ഈ പഠനത്തിൽ ആവശ്യമുണ്ട്. ഈ റിവായത്തുകൾ സനദുകളോടുകൂടി ചരിത്ര ഗ്രന്ഥങ്ങളിലാണുള്ളതെങ്കിൽ പോലും നമുക്ക് ആവശ്യമുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ സനദുകളോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതുണ്ട്. ഏതുപോലെ താരീഖ് തബരി, ഇമാം അബൂ ജഅഫർ തബരിയുടെ താരീഖില് അതിൽ കുറെ ചരിത്രങ്ങള് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? സനദുകളോടുകൂടി കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്ത് സാധിക്കും? അതിൽ സഹീഹും ദഈഫും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു വേർതിരിക്കാൻ കഴിയും.
أم في كتب الحديث അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നതുണ്ടാകും. كصحيح البخاري ومسند أحمد وجامع الترمذي أو المصنفات كمصنف ابن أبي شيبة അല്ലെങ്കിൽ أو في كتب التفسير തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നതുണ്ട്. ഏതുപോലെ التي تذكر بعض الروايات التاريخية بالأسانيد ചില തഫ്സീറുകളിൽ ചരിത്രപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവരെന്ത് ചെയ്യും? സനദുകളോടുകൂടി റിപ്പോർട്ട് ചെയ്യും. ഏതുപോലെ തഫ്സീർ ഇബ്നു ജരീർ അത്ബരിയുടെ തഫ്സീർ പോലെ, അതുപോലെ തഫ്സീർ ഇബ്നു കസീറിന്റെ തഫ്സീർ. واحيانا في كتب خاصة تكلمت عن اوقات خاصة ككتاب حروب الردة. ചിലപ്പോ ചില പ്രത്യേക സന്ദർഭം മാത്രം വിശദീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ചരിത്രത്തിലെ ചില പ്രത്യേക സമയം, ചില പ്രത്യേക കാലയളവ് മാത്രം പഠന വിധേയമാക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഹുറൂബിർ റിദ്ദ കിതാബി ഹുറൂബിർ റിദ്ദ, മതത്തിൽ നിന്ന് പുറത്തുപോയിട്ട് ഉള്ള യുദ്ധം, അവരോടുള്ള യുദ്ധമുണ്ടല്ലോ, അവ പറയപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ആരുടേത്? ലിൽ ഖിലാഇ മസലൻ, ഉദാഹരണമായിട്ട് ഖിലാഇയുടെ ഹുറൂബുർ റിദ്ദ. ഔ കിതാബ് താരീഖ് ഖലീഫത ബിൻ അൽ ഖദിയാത്ത്, ഖലീഫത്തു ബിൻ അൽ ഖയ്യാത്തിന്റെ താരീഖ് അൽ മുഖ്തസർ. ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ, തഫ്സീറുകളിൽ, ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഇനി ചരിത്രത്തിൽ നിന്ന് തന്നെ പ്രത്യേക കാലയളവ് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഇങ്ങനെയുള്ള ചില അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് എഴുതിയ ഗ്രന്ഥങ്ങളിൽ സനദുകളോടുകൂടി തന്നെ നമുക്ക് ചരിത്രം പഠിക്കാൻ പറ്റും. അൽ ഖസ്ദ്, ഇവിടെ ഉദ്ദേശം അന്നനാ ലാ നഅജിസ് അൻ നജിദ സനദൻ ലിറിവായത്തി മിന റിവായാത്ത്, ചരിത്രത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ റിവായത്തുകൾ നമുക്ക് കണ്ടെത്താതിരിക്കുകയില്ല. നാം അന്വേഷിച്ചാൽ, കുറച്ച് പരിശ്രമിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശ്രമിച്ചാൽ കണ്ടെത്താൻ കഴിയും. وإن عجزنا ولم نجد سندا فعندنا أصل عام نتبعه. ഇനി നാം പരിശോധിച്ചു, സനദുകളെ തേടിപ്പോയി, എന്നിട്ട് എവിടെയും സനദ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കൊരു അസ്ലുണ്ട്, നാം എല്ലായിടത്തും പ്രയോഗിക്കേണ്ട ഒരു അടിസ്ഥാന തത്വമുണ്ട് നമുക്ക്. എന്താണത്? ഖാസത്തൻ ലിമാ വഖഅ ഫി അഹ്ദി സ്വഹാബ, പ്രത്യേകിച്ചും സഹാബിമാർക്കിടയിൽ പ്രശ്നമുണ്ടായ കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ചരിത്രങ്ങളാണെങ്കിൽ, സഹാബത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് പറയപ്പെടുന്ന സംഭവങ്ങളാണെങ്കിൽ നമുക്കൊരു അസ്ലുണ്ട്. എന്താ അസ്ല്? വഹുവ മൗദൂഉ ഹദീസിന, അതാണ് നമ്മുടെ സംസാരത്തിന്റെ വിഷയം. അല വഹുവ സനാഉല്ലാഹി തബാറക വതആല വസനാഉ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സയാതി അല സഹാബ. അല്ലാഹു സുബ്ഹാനഹു വതആല സഹാബത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കുറിച്ച് നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വരുന്നത് പോലെ, നമുക്ക് ഈ ഗ്രന്ഥത്തിൽ വരുന്നത് പോലെ, ആരെക്കുറിച്ച്? സഹാബത്തിനെ കുറിച്ച്. ഫൽ അസ്ലു ഫീഹിമുൽ അദാല, അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അസ്ൽ എന്താണ്? നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്താണ് നാം അംഗീകരിക്കേണ്ടത്? അവരുടെ കാര്യത്തിൽ അദാലത്താണ്. അവരെല്ലാവരും യോഗ്യരാണ്. അള്ളാഹു അവരെന്ത് ചെയ്തിട്ടുണ്ട്? യോഗ്യരാക്കിയിട്ടുണ്ട്. ഏതായത്തിലാണ്? وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا എന്ന ആയത്തിൽ അള്ളാഹു സഹാബത്തിനെ ഒന്നടങ്കം യോഗ്യരാക്കിയിട്ടുണ്ട്. അവര് അതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഐ ആദിലൻ എന്ന്. വസതൻ എന്ന് പറഞ്ഞാൽ ആദിലൻ എന്നാണ് വിശദീകരിച്ചു. അതുപോലെ തന്നെ അവരെല്ലാവരും സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവർക്കുള്ള തഅദീലുകൾ ധാരാളമായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിന് വിപരീതമായ എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ അത് കളവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അത് കെട്ടിച്ചമച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് സമയത്ത്? സനദുകൾ കണ്ടെത്താത്ത അവസ്ഥയിൽ. അതുപോലെ തന്നെ സനദിലുള്ള റാവിമാരെ കുറിച്ച് നമുക്ക് ജറഹോ തഅദീലോ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്? അത്
കെട്ടിച്ചമച്ചതാണെന്ത്. വകുല്ലു റിവായത്തിൻ ജാഅ ഫീഹാ മത്അനുൻ അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൻദുറു ഫീ ഇസ്നാദിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള റിവായത്തുകൾ ഏതൊക്കെയുണ്ടോ അതിന്റെ സനദുകൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഫഇൻ കാന സഹീഹൻ യുൻദറു ബഅദ ദാലിക്. അത് സഹീഹാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ, അതിന്റെ ഇസ്നാദുകൾ സഹീഹാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് നോക്കേണ്ടതുണ്ട്? ഫീ തഅവീൽ റിവായ, അതിന്റെ വ്യാഖ്യാനം എന്താണ്, വിശദീകരണം എന്താണ്, എന്താണ് അതിന്റെ സാഹചര്യം, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വഫീമാ തദുല്ലു അലൈഹി, അതെന്തിനെയാണ് അറിയിക്കുന്നത് ഇത് നോക്കേണ്ടതുണ്ട്. വഇൻ മുജിദ അന്ന സനദ ദഈഫ് ഔ ലം നജിദ് ലഹാ സനദൻ. ഇനി സനദ് കണ്ടെത്തിയത് എങ്ങനെയാണ്? ദുർബലമായ സനദാണെങ്കിൽ, അല്ലെങ്കിൽ സനദ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞിട്ടുള്ള ഫഇൻദനൽ അസ്ലു ഹുവ അദാലത്തു ഉലൈകൽ ഖൗം, നമ്മുടെ അടുക്കൽ ഒരു തത്വമുണ്ട്. എന്താണത്? അവരെല്ലാവരും ഉദൂലുകളാണ്, അവരുടെ കാര്യത്തിൽ അദാലത്താണ് അടിസ്ഥാനം. മനസ്സിലായില്ല? അവരെല്ലാവരും യോഗ്യരാണ്. അവരുടെ അടുക്കൽ ഈ രൂപത്തിൽ പറയപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ അത് കെട്ടിച്ചമച്ചതായിരിക്കും. ഇദൻ അതുകൊണ്ട് عند قراءة التاريخ لابد أن نقرأ بتمحيص كما نقرأ الحديث. وأخص التواريخ هو تاريخ أصحاب رسول الله صلى الله عليه وسلم. وأخص التواريخ هو تاريخ أصحاب رسول الله صلى الله عليه وسلم. അതുകൊണ്ട് തന്നെ ചരിത്രം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ശുദ്ധീകരിച്ചുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. ഏത് പഠിക്കുന്നത് പോലെ? ഹദീസ് പഠിക്കുന്നത് പോലെ തന്നെ. പ്രത്യേകിച്ച് താരീഖിൽ ഏറ്റവും പ്രത്യേകമായ ചരിത്രം ആരുടേതാണ്? ഏറ്റവും പ്രാധാന്യമുള്ളത് സഹാബത്തിന്റെയും അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാബുദ്ദ അൻ യകൂന മഅൽ ഇൻസാനി ഉസൂലുൻ കുല്ലിയ. ഓരോ മനുഷ്യന്റെ അടുത്തും സമഗ്രമായിട്ടുള്ള ഒരു ഉസൂലുകൾ ഉണ്ടാകേണ്ടതുണ്ട്, തത്വങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, അടിസ്ഥാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. തുറദ്ദു ഇലൈഹൽ ജുസ്ഇയാത്ത്, ഇങ്ങനെയുള്ള ഉസൂലിയായ കാര്യങ്ങളല്ലാത്തതൊക്കെ ജുസ്ഇയായിട്ടുള്ള ശാഖാപരമായ ഭാഗികമായ കാര്യങ്ങളൊക്കെ പിന്നീട് എന്ത് ചെയ്യണം? അതിലേക്ക് നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? മടക്കേണ്ടതുണ്ട്. അസ്ലിന് വിരുദ്ധമായിട്ട് എന്തുണ്ടാകൂല? ജുസ് ഉണ്ടാകൂല. മനസ്സിലായില്ലേ? ജുസ്ഇൽ എന്തെങ്കിലും തന്നെ ആശയക്കുഴപ്പം വരികയാണെങ്കിൽ നമ്മൾ എന്തിലേക്ക് മടങ്ങണം? അസ്ല് നോക്കിയാൽ മതി, അസ്ലിലേക്ക് പോയാൽ മതി. ഞാൻ അപ്പോ ലിയതകല്ലമ ബിഇൽമിൻ വഅദ്ലിൻ ثم يعرف الجزئيات كيف وقعت. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾ അറിവോടുകൂടി നീതിയോടുകൂടി സംസാരിക്കാൻ. അതുപോലെ തന്നെ ജുസ്ഇ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത്? وإلا فيبقى في كذب وجهل في الجزئيات. ഇങ്ങനെ ഉസൂലുകൾ നമ്മുടെ അടുക്കൽ ഇല്ല എങ്കിൽ ഇങ്ങനെ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്തിലകപ്പെടും? കളവുകളിലും അറിവില്ലായ്മയിലും അകപ്പെടും, ജുസ്ഇയായ കാര്യങ്ങളിൽ. വജഹ്ലിൻ വദുൽമിൻ ഫിൽ കുല്ലിയാത്ത്. അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള ഈ ഉസൂലുകളിൽ എന്ത് ചെയ്യും? അയാള് അതേപോലെ തന്നെ അറിവില്ലായ്മയിലും ദുൽമിൽ അക്രമത്തിലും ആയിത്തീരും. ഫയതവല്ലദു ഫസാദുൻ അദീം. അങ്ങനെ ഗുരുതരമായ ഫസാദുകൾ അതിൽ നിന്ന് ഉണ്ടായിത്തീരും. ഇത് പറഞ്ഞ മനസ്സിലായ എല്ലാവർക്കും? നമ്മുടെ ദീനിൽ എന്ത് ചെയ്യണം? ഉസൂലിയായ കാര്യങ്ങൾ നാം ഭദ്രമായി അറിഞ്ഞിരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? ജുസ്ഇയായ കാര്യങ്ങളിൽ, ഉസൂലല്ലാത്ത കാര്യങ്ങളാണ് ജുസ്ഇയായ കാര്യങ്ങളിൽ, അതിൽ എന്തെങ്കിലും വിധത്തിൽ ആശയക്കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും തെറ്റും. നമ്മൾ സഹാബത്തിനെ കുറിച്ച് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ആ ചരിത്രവും നമുക്ക് തെറ്റും, ആ സംഭവം നമ്മൾ തെറ്റിപ്പോകും, ആ സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റായി വിശ്വസിക്കും. അതുപോലെ തന്നെ നമ്മുടെ അസ്ലായിട്ടുള്ള സഹാബത്തിന്റെ അദാലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റിദ്ധാരണ വരും. എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ? അവരുടെ അദാലത്ത് എന്നുള്ള ആ അസ്ലുണ്ടല്ലോ, അത് നമ്മൾ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഉസൂലുകൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോ അതാണ് കാര്യം. ലിൽ അസഫ്, ഖേദമായിക്കൊണ്ട്, ശഗഫ കസീറുൻ الكثيرون في زماننا هذا بقراءة الكتب الحديثة التي ألفت في التاريخ. ഇന്നത്തെ ആധുനികരായിട്ടുള്ള നമ്മുടെ കാലത്തുള്ള അധിക ആളുകളും അവര് എന്ത് ചെയ്തിട്ടുണ്ട്?
അവരുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്ത്? അല്ലെങ്കിൽ വഞ്ചിതരായിട്ടുണ്ട്. ഏതില്? ബിഖറാഅത്തി അൽകുതുബിൽ ഹദീസ്, ആധുനിക ഗ്രന്ഥങ്ങൾ വായിക്കുന്നതില് അവര് വഞ്ചിതരായിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് അതിനോട് പ്രേമം വന്നുപോയിട്ടുണ്ട്. അല്ലത്തി ഉല്ലിഫത് ഫി താരീഖ്, ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ആധുനികരുടെ ഗ്രന്ഥങ്ങൾ. അതെങ്ങനെ എഴുതാ? നല്ല ഭംഗിയിലാണ് എഴുതാ. ആരെയും എന്താണ് ആവേശം കൊള്ളിക്കുന്ന രൂപത്തിലാണ് എഴുതുക. വല്ലത്തി തഹ്തമു ബിജമാലിൽ ഖസ്സ, ആ ഗ്രന്ഥങ്ങളിൽ എന്താണ് പ്രാധാന്യം കൊടുക്കുക? ഖിസ്സത്ത്, കഥ നല്ല ഭംഗിയുള്ളതായിരിക്കണം, കേൾക്കുമ്പോൾ നല്ല രസമുള്ളതായിരിക്കണം. ഔ തശ്വീഹി സൂറ, അല്ലെങ്കിൽ അതിലെന്താ ഉണ്ടാവുക? യഥാർത്ഥ രൂപത്തെ മോശമാക്കി മാറ്റി ഈ രൂപത്തിലുണ്ടാവുക. ഔഹുമ മഅൻ, അല്ലെങ്കിൽ ഈ രണ്ടും ഉണ്ടാകും. അത് രൂപം മാറ്റിയിട്ടുണ്ടാകും, മോശമാക്കിയിട്ടുണ്ടാകും, അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ടാകും. അത് സഹീഹാണോ അല്ലെങ്കിൽ സഹീഹ് അല്ലേ എന്നുള്ളതിലൊന്നും അവർ ശ്രദ്ധിക്കണില്ല, അതൊന്നും അവര് നോക്കുന്നില്ല. അവിടെയൊക്കെ കണ്ണ് താഴ്ത്തിയിട്ടാണ് അവർ പോണത്. മനസ്സിലായില്ലേ? ആരുടെ ഗ്രന്ഥങ്ങൾ പോലെ ശ്രദ്ധിക്കണം. കകുതുബി അബ്ബാസ് അൽ അഖാദ് ഔ കുതുബി ഖാലിദ് മുഹമ്മദ് ഖാലിദ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖാലിദ് മുഹമ്മദ് ഖാലിദിന്റെ റിജാലുൻ ഹൗല റസൂൽ എല്ലാവർക്കും അറിയണ ഗ്രന്ഥമാണ്. വായിച്ചാല് അവസാനം വരെ വായിച്ചു പോകും. അത്രക്ക് എന്താണ് ഭംഗിയിലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, അയാൾ എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അല്ല ഞാൻ സൂറം അല്ല, ഈ റിജാലുൻ ഹൗല റസൂൽ എനിക്കറിയാം. അതുപോലെ തന്നെ നിസാഉൻ ഹൗല റസൂൽ ഉണ്ട്, അതുപോലെ തന്നെ ഖുലഫാ ഉർ റസൂൽ, ഇങ്ങനെ പല ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ മിൻഹുന നബ്ദ, ഇങ്ങനെ കുറെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ അവർ അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹാബത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രൂപത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്, പക്ഷം ചേരുന്നുണ്ട്. ചിലരെന്ത് ചെയ്യുന്നുണ്ട്? കളവും വഞ്ചനയും ആരോപിക്കുന്നുണ്ട് അവര്. ഹുസൈൻ, അയാള് സിദ്ദീഖാണ്. താഹ ഹുസൈൻ ഈ കാലത്ത് നമ്മുടെ മദ്രസ അല്ലെങ്കിൽ സ്കൂളിന്റെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ധാരാളം വരും ഇയാളുടെയൊക്കെ എന്ത് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ. അയാളൊക്കെ എന്താണ് ഈ മുസ്തശ്രിഖുകളുടെ ഓറിയന്റലിസ്റ്റുകളുടെ എന്താണ് പണിക്കാരാണ് ഇവരൊക്കെ. ജോർജി ജൈദാൻ നസ്രാനി ഔ ഗൈരിഹി മിനൽ മുഹദ്ദിഥീൻ, ഇങ്ങനെയുള്ള ആധുനികരായിട്ടുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ. ഫഹഉലാ عندما يتكلمون عن التاريخ يهتمون بالسياق, അവർ ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പ്രാധാന്യം കൊടുക്കുക എന്തിനാണ്? അതിന്റെ സന്ദർഭങ്ങൾക്ക്. വജമാലിൽ ഖസ്സ, ഖസ്സ എത്ര ഭംഗിയുള്ളതാണ്. വഹുസ്നി സബ്ക്, നല്ല ഘടന. ബിഗദ്ദ് നദർ, അവരുടെ കാഴ്ചകളൊക്കെ എന്തിനെ തൊട്ട് താഴ്ത്തും? ഇദാ കാനത് ഹാദിഹി അൽ ഖസ്സ സഹീഹ അം ലാ, ഇത് സഹീഹാണോ അല്ലേ എന്നുള്ളത് അതൊന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. യഖ്സിദു തശ്വീഹ ലിഹാജത്തിൻ ഫി നഫ്സി, അവരുടെ സ്വന്തത്തിലുള്ള ചില ആവശ്യങ്ങൾക്ക് അവരെന്ത് ചെയ്യും? ചരിത്രത്തെ എന്ത് ചെയ്യും? അവര് അതിനെ മോശമാക്കും. അൽ മുഹിം അവർക്ക് പ്രധാനം എന്താണ്? നല്ല ഭംഗിയുള്ള ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം, നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാം. അവരെന്താ ചെയ്യണത് ശരിക്ക്? ഈ മുഹമ്മദ് ഖാലിദ് ഒക്കെ ചെയ്യണത് സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിക്കും, എന്നിട്ട് അതിലെങ്ങനെയാണ് ചരിത്രങ്ങൾ കൊടുക്കുന്നത് അതേ എന്താണ് രൂപത്തില് റസൂലുള്ളാഹിന്റെയും സഹാബത്തിലേക്ക് ചരിത്രങ്ങൾ കൊടുക്കും. അതിലുപയോഗിക്കപ്പെട്ട വാക്കുകൾ മനസ്സിലായില്ലേ? നല്ല ആവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലുള്ള ആവിഷ്കാരങ്ങളാണ്. നാം നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ട ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് അൽ അഗാനി അബുൽ ഫറജ് അൽ അസ്ഫഹാനി. അൽ അഗാനി, അബുൽ ഫറജ് അൽ അസ്ഫഹാനിയുടെ അൽ അഗാനി കിതാബ് സമർ വശഅർ, അതില് രാക്കഥകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ്
കവിതകളും ആനന്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ലകിന്നഹു ശാബഹു ബികസീരി മിനൽ അഖ്ബാരിൽ ബാത്തില. അതുപോലെ തന്നെ അതില് ധാരാളം കഥകൾ അതിൽ കൂടിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ അഖ്ദുൽ ഫരീദ് ലിബ്നു അബ്ദി റബ്ബിഹി വഹു കിതാബു അദബിൻ അയ്ദൻ. അതൊരു സാഹിത്യ ഗ്രന്ഥമാണ്. വലകിന്നഹു ലം യഖ്ലു മിൻ തഅനിൻ. സഹാബത്തിനുള്ള ആക്ഷേപം ആ ഗ്രന്ഥത്തിൽ ഒഴിവായിട്ടില്ല, അതിൽ ആക്ഷേപങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ അൽ ഇമാമ വസ്സിയാസ. ഇമാമ വസ്സിയാസ ആരുടേതാണ്? അൽ മൻസൂബ് ഇബ്നു ഖുതൈബ. ഇബ്നു ഖുതൈബയിലേക്ക് ചേർക്കപ്പെട്ടതാണത്. വമഖ്ദൂബുൻ അലൈഹി. ഇബ്നു ഖുതൈബ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ്. അതൊരിക്കലും അദ്ദേഹം എഴുതിയ ഗ്രന്ഥമല്ല, അദ്ദേഹത്തിന്റെ മേലിൽ കെട്ടിച്ചമച്ചതാണ്, കളവായിട്ട് ചേർത്തിയതാണ്. അതിൽ ഒരു സനദും കൊടുത്തിട്ടില്ല, എല്ലാം സനദില്ലാതെയാണ്. കഥകൾ ഇങ്ങനെ വെറും കഥകള്. നമ്മള് കെട്ടുകഥകൾ വായിക്കുന്നില്ലേ, ആളുകൾ ഉണ്ടാക്കിയ ഭാവനയിൽ നിന്നെടുത്ത് ഉണ്ടാക്കിയ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കാര്യത്തിൽ അവർ സംസാരിക്കും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, في تاريخ المسعودي من الأكاذيب ما لا يحصيه إلا الله. ഈ മസ്ഊദിയുടെ ചരിത്രത്തിലുള്ള കളവുകൾ അള്ളാഹ്ക്കല്ലാതെ തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രക്ക് കളവുകളാണുള്ളത്. പൗരാണികൻ. فكيف يوثق بحكاية منقطعة الإسناد في كتاب من عرف بكثرة الكذب. കളവ് കൊണ്ട് അറിയപ്പെട്ട ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ സനദില്ലാതെ അല്ലെ മുൻകത്തിയായ സനദോടുകൂടിയാണ് ചരിത്രം ഉദ്ധരിക്കപ്പെട്ടെങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒന്നാമതായിട്ട് അവർ കള്ളന്മാരാണ്. പിന്നെ അവരുടെ ഗ്രന്ഥങ്ങളിലെ ഈ ചരിത്രങ്ങളോ സനദൊക്കെ മുൻകത്തിയായിട്ടുള്ളത്, ഇസ്നാദ് മുൻകത്തിയായിട്ടുള്ളത്. വഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ മിൻഹാജ് സുന്നയിലെ ഇമാം ഇബ്നു തൈമിയ്യ പറഞ്ഞാണ്. പിന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു, വകുതുബുഹു താഫിഹ ബിഅന്നഹു കാന ശീഇയ്യൻ മുഅ്തസിലിയൻ. അയാളുടെ ഗ്രന്ഥങ്ങൾ വെറും താഫിഹത്താണ്, വെറും ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുള്ളതാണ്, എന്തൊക്കെയോ വാരിക്കൂട്ടി. അത് അയാൾ ആരായിരുന്നു? ശീഇയായിരുന്നു, മുഅ്തസിലിയായിരുന്നു. ഈ മസ്ഊദി എന്താണ്, ഇടിവെട്ടിന് പാമ്പ് കടിച്ചെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്, ശീഇയാണ്, അതിൽ തന്നെ അയാൾ പോയി. പിന്നെ അയാൾ മുഅ്തസിലിയാണ്. അഞ്ചാമതായിട്ട് ശർഹു നഹ്ജിൽ ബലാഗ ലഅബ്ദുൽ ഹമീദ് ഇബ്നു അബിൽ ഹദീദ് അൽ മുഅ്തസിലി. മുഅ്തസിലി ആയിട്ടുള്ള അബ്ദുൽ ഹമീദിന്റേത്. വഹുവ ദഈഫുൻ ഇൻദ ഉലമാഇൽ ജർഹ് വതഅദീൽ. ജർഹ് വതഅദീൽ ഉലമാക്കളുടെ അടുക്കൽ അയാൾ ആരാണ്? ദുർബലനാണ്, മാത്രമല്ല മുഅ്തസിലിയാണ്. ബൽ നാദറു في سبب تأليف ابن أبي الحديد لكتابه هذا يجد نفسه ملزما بأن يشك في الكتاب وصاحبه. يعني ഇയാളുടെ ഈ കിതാബ് എഴുതാനുള്ള പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ത്, അല്ലെങ്കിൽ അനിവാര്യമാക്കി തീർക്കും, ഈ ഗ്രന്ഥകാരനെ കുറിച്ചും അയാളുടെ ഈ ഗ്രന്ഥത്തെക്കുറിച്ചും നമുക്ക് സംശയം ജനിക്കുക എന്നുള്ളത് നമ്മൾ അനിവാര്യമാക്കി തീർക്കും. അയാൾ ഈ കിതാബ് എഴുതാനുള്ള പശ്ചാത്തലം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനിവാര്യമായിട്ടും അയാളെ കുറിച്ച് എന്ത് ചെയ്യും? സംശയിക്കും. കാരണം എന്താണ്? കാരണം ഖദ് അല്ലഫഹു ബിൻ അജ്ലിൽ വസീർ ഇബ്നുൽ അൽഖമി. ആരാണ് ഇബ്നുൽ അൽഖമി? ഇബ്നു അൽഖമി ആരാണ്? പറഞ്ഞിട്ടുണ്ട് തൊട്ടു മുമ്പ്. അയാളാണ് താർത്താരികൾക്കെതിരെ എന്ത് ചെയ്തിട്ടുള്ളത്? താർത്താരികളുടെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരിൽ യുദ്ധം നടത്തിയത്. മുസ്ലിമീങ്ങളുടെ കൂടെ ആദ്യം നിന്നു, എന്നിട്ട് യുദ്ധം മുറുകിയപ്പോ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾക്കെതിരിൽ തിരിച്ചു. ശരി. الذي كان سببا في مقتل مليون مسلم في بغداد على يد التتار. താർത്താരികളുടെ കൈകളാൽ മില്യൺ മുസ്ലിങ്ങൾ മരിച്ചു. എവിടെ? ബഗ്ദാദില്. അതിന് കാരണക്കാരനായിട്ട് ഉള്ളത് ആരാണ്? ഇബ്നുൽ അൽഖമി. അയാൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്?
ഈ അബ്ദുൽ ഹമീദ് അയാളുടെ ഈ ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. പിന്നെ പറയണോ, അയാൾ ഒന്നാമതായിട്ട് മുഅ്തസിലിയാണ്, അയാൾ ദഈഫാണ്. പിന്നെ അയാൾ ഗ്രന്ഥം എഴുതിയത് മുസ്ലിമീങ്ങളുടെ കടുത്ത ശത്രുവായിട്ടുള്ള ഇബ്നുൽ അൽഖമിക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. قال الخوارزمساري عن كتاب ابن عبد الحديد قال صنفه لخزانة كتب الوزير مؤيد الدين محمد بن العلقمي. മുഹമ്മദ് ബിൻ അൽഖമിയുടെ ഗ്രന്ഥശേഖരത്തിലേക്കാണ് ഇയാൾ ഗ്രന്ഥം എഴുതി കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? حتى أن كثير من العلماء الشيعة ذموا صاحب الكتاب وكتابه. എത്രത്തോളം അയാളുടെ ഗ്രന്ഥത്തിന്റെ പ്രശ്നം അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്. ഷീഇകൾ വരെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ഷീഇകൾ വരെ ഈ ഗ്രന്ഥത്തെ എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. ആ കിതാബ് എഴുതിയ ആളെയും ആ കിതാബിനെയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. فقال الميرزا حبيب الله الخوئي يصف ابن أبي الحديد. മിർസ ഹബീബുള്ള ശിഅയാണ്. ഇയാളുടെ ഇയാളെക്കുറിച്ചും അയാളുടെ ഗ്രന്ഥത്തെക്കുറിച്ചും പറഞ്ഞു, ലൈസ മിൻ അഹ്ലി ദിറായത്തി വൽ അഥർ. അയാൾ പഠിപ്പും അതുപോലെ തന്നെ അഥറിന്റെയും ആളുകളിൽപ്പെട്ടവനല്ല. വഅന്ന റഅയഹു ഫാസിദ്. അയാളുടെ ചിന്തകളൊക്കെ എന്താണ്, അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ വളരെ ഫാസിദായിട്ടുള്ള, ചീത്തയായിട്ടുള്ള, കുഴപ്പം നിറഞ്ഞതാണ്. വനബ്റഹു കാസിദ്. അയാളുടെ പരീക്ഷണങ്ങളൊക്കെ എന്താണ്, ഒരു വിലയുമില്ലാത്ത വെറും നുരകളാണ്. പിന്നെ പറഞ്ഞു വഅന്നഹു അക്സറ മിനൽ ലിജാജ്. അയാൾ ഈ എന്താണ്, നുരകളിൽ നിന്ന്, അഥവാ ഒന്നും നോക്കാതെ, ഒരു വിലയുമില്ലാത്ത, ഒരു എന്താണ് ഖുവ്വത്തുമില്ലാത്ത കാര്യങ്ങളെ, അഖ്ബാറുകളെ അയാൾ എന്ത് ചെയ്തു, വലിച്ചുവാരിക്കൂട്ടി. വഅന്നഹു അദല്ല കസീറൻ വദല്ല അൻ സവാഇ സബീൽ. അയാൾ ധാരാളം പഴപ്പിച്ചിട്ടുണ്ട്, അയാൾ യഥാർത്ഥ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? വഅമ്മാ അൻ കിതാബിഹി. അയാളുടെ ഗ്രന്ഥത്തെ കുറിച്ച് അയാളുടെ കിതാബിനെ കുറിച്ച് മിർസ ധാരാളം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ജസദുൻ ബിലാ റൂഹ്. അയാളുടെ കിതാബ് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. യദൂറു അലൽ ഖശ്ർ. അത് തോലിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ദൂനൽ ലുബാബ്. കാമ്പിലേക്ക് പോകാതെ, അഥവാ പുറത്താണ് എന്ത് ചെയ്യുന്നത്, അത് കറങ്ങുന്നത്. ലൈസ ലഹു കസീറു ഫായിദ. ധാരാളം ഫായിദ ഒന്നും അതിലില്ല, ഉപകാരമൊന്നുമില്ല. ഫീഹി തഅ്വീലാത്തുൻ ബഈദ. അതില് വളരെ വിദൂരമായ വ്യാഖ്യാനങ്ങളുണ്ട്. തശ്മഈസു അൻഹ ത്ബാ. നമ്മുടെയൊക്കെ തബീഅത്തുകൾ, പ്രകൃതി എന്ത് ചെയ്യും, അതിനെ അറപ്പ് തോന്നുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. വതൻഫിറു അൻഹ അൽ അസ്മാ. കേൾവികളൊക്കെ അതിൽ നിന്ന് മാറി വരണ്ടു പോകും. ആറാമത്തേത് താരീഖുൽ യാഖൂബി വഹു കിതാബുൻ കുല്ലുഹു മറാസീൽ ലാ സനീദ ഫീഹി വസാഹിബുഹു മുത്തഹിമുൻ. അതൊക്കെ അതിലുള്ളതൊക്കെ മുർസലായിട്ടുള്ള കാര്യമാണ്, മുസ്നദത്തായിട്ടുള്ളത് ഒന്നുമില്ല അയാളുടെ ഈ ഗ്രന്ഥത്തില്. ആ കിതാബ് എഴുതിയ ആളാണെങ്കിലോ ആക്ഷേപിക്കപ്പെട്ട ആളാണ്, മുത്തഹമാണ്. ഇത്രയും കാര്യങ്ങള് ഇന്ന് നമ്മൾ വായിച്ചു. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹ്.